വി.കെ. ശ്രീമതിക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് പിണറായി രംഗത്തെത്തുകയാണ്. അതായത് ഞാനാണ് എല്ലാം, എനിക്ക് മുകളിലും താഴെയും ആരുമില്ല, ഞാനാണ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമതിക്ക് വിലക്കേർപ്പെടുത്തിയത്. മരുമകനെ കേന്ദ്ര കമ്മിറ്റി അംഗമാക്കാത്തതിന്റെ കലിപ്പാണ് ശ്രീമതിയിൽ തീർത്ത് കെട്ടിയത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആരാണ് ഈ പിണറായി? കുറച്ചു കാലമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആരാണ് പിണറായി? പിണറായിയാണെല്ലാം. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ സർവാധികാരി പിണറായി വിജയനാണ് എന്ന് പിണറായി വിജയൻ നിരന്തരം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വരുന്ന വാർത്ത CPM-ൻ്റെ സംഘടനാ രീതികളെ മുഴുവനും ലംഘിക്കുന്നതിന് തുല്യമായൊരു വാർത്തയായിട്ടാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. കാരണം കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന ശ്രീമതി ടീച്ചർക്ക് തീർച്ചയായിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രവേശനമുണ്ട്, അവർക്ക് പങ്കെടുക്കാം. അതാണ് എൻ്റെ ഒരു ഘടന. അതാണ് എന്നുവെച്ചാൽ CPM-ൻ്റെ സംഘടനാ ചട്ടം അനുസരിച്ചിട്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാം. അപ്പോൾ അവരത് പങ്കെടുക്കാനായിട്ട് പാടില്ല എന്ന് പിണറായി പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച കാരണം എന്ന് പറയുന്നത് വളരെ വിചിത്രമായ കാരണമായിട്ടാണ് കേൾക്കുന്നത്. അതായിരിക്കും കാരണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ 2 പേർക്കാണ് പ്രായപരിധിയിൽ ഇളവ് ലഭിച്ചത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്. ഒന്ന് പിണറായി വിജയനും മറ്റൊന്ന് ശ്രീമതി ടീച്ചർ. ഒരാൾക്ക് പോളിറ്റ് ബ്യൂറോയിലാണ് പ്രവേശനം ലഭിച്ചെങ്കിൽ മറ്റേ ആൾക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ. എന്ന് വെച്ചാൽ പോളിറ്റ് ബ്യൂറോയിൽ പിണറായി വിജയന് നിലനിൽക്കാൻ കഴിഞ്ഞ പ്രായപരിധിയുടെ പരിഗണന ലഭിച്ചതിൻ്റെ പേരിലും, അതേപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ അംഗത്വം നിലനിർത്താനായിട്ട് ശ്രീമതി ടീച്ചർക്ക് കഴിഞ്ഞത് ഇതേ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രം ബാധകമാകുള്ളൂ എന്ന് പിണറായി വിജയൻ പറഞ്ഞു എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനോട് തിരിച്ചു ചോദിക്കാവുന്ന എന്താണ്, അങ്ങ് എന്തിനാണ് ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ പോളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഇളവെന്ന് പറയുന്നത്, പ്രായപരിധി ഇളവെന്ന് പറയുന്നത് പോളിറ്റ് ബ്യൂറോയിൽ മാത്രമേ ബാധകമാകുള്ളൂ. പോളിറ്റ് ബ്യൂറോ അംഗം എന്തിനാണ് പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതെന്ന് ചോദിക്കാം. എന്താണ് അവിടെ അങ്ങനെ ചോദിക്കപ്പെടാത്തതെന്നും എന്താണ് അതിൻ്റെ ബാലൻസ് സിസ്റ്റം നിലവിൽ വരാത്തതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെയാണ്, ആരാണ് പിണറായി എന്നതിൻ്റെ ഉത്തരമാണത്. പിണറായിയാണ് എല്ലാം എന്ന് പറയുമ്പോൾ മാത്രമാണ് ശ്രീമതി ടീച്ചർക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനായിട്ടുള്ള അവകാശത്തെ നിഷേധിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പിണറായി വിജയൻ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ശ്രീമതി ടീച്ചർക്കും പങ്കെടുക്കാം. പക്ഷേ ഈ റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കണമെന്നുള്ളത് പിണറായിയുടെ ഒരു വല്ലാത്ത ആശയമായിരുന്നു. അപ്പോൾ റിയാസിന് എടുക്കാൻ കഴിയാത്തത് ശ്രീമതി ടീച്ചറിൻ്റെ പ്രായപരിധി നൽകിയത് കൊണ്ടാണ്. അപ്പം റിയാസിനെ എടുക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കലിപ്പ് പിണറായിക്ക് കിടപ്പുണ്ട്. അതാണ് ശ്രീമതി ടീച്ചറിനോട് കാണിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഇത് മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വാർത്ത. അപ്പോൾ ഇത് പാർട്ടിക്കകത്തുനിന്ന് ഒറ്റ കൊടുക്കാതെ ഈ വാർത്ത പുറത്തു വരില്ല എന്നുള്ളതാണ്. ഈ പാർട്ടിക്കകത്തുള്ള രഹസ്യങ്ങളെല്ലാം ശ്രീമതി ടീച്ചർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ശ്രീമതി ടീച്ചർ അത്തരത്തിൽ ഒരു നീക്കം നടത്തിയാൽ, കാരണം അപമാനിതയായിരിക്കുന്ന ഒരു സ്ത്രീയാണ് അവരിപ്പോൾ. കേന്ദ്ര കമ്മിറ്റിയിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കണ്ട, ഇവിടെ ഞാനാണ് കാര്യങ്ങൾ MA ബേബിയെ ഒതുക്കി പുറകിൽ നിർത്തിയതുപോലെ നിങ്ങളൊന്നും അല്ല, MA ബേബി ഒന്നുമല്ല, വട്ടപൂജ്യമാണ്, ഞാനാണ് ഇവിടുത്തെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് AKG സെന്ററിന്റെ ഉദ്ഘാടനത്തിന് നാട്ടുകാരുടെ ഇടയിലാണ് MA ബേബി നിന്നത്. നമ്മളത് കണ്ടതാണ്. അപ്പോൾ എല്ലാം ഞാൻ മാത്രമാണ്, ഇനി അടുത്ത് 3-ാം തവണ ഭരണം കിട്ടിയാലും ഞാൻ തന്നെയാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത്, എൻ്റെ മരുമകനായിരിക്കും ഒന്നുകിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഞാനായിരിക്കും, അങ്ങനെയാണെങ്കിൽ ആഭ്യന്തരമന്ത്രി മരുമകനായിരിക്കും. അപ്പോൾ ഈ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ സഹാക്കന്മാരെല്ലാവരും കൂടി പിണറായിക്ക് നേരെ തിരിയില്ലേ? അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണല്ലോ. അധികാരം എപ്പോഴും അങ്ങനെയാണ്, ഒരു സ്ഥലത്തും മറ്റു സ്ഥലത്തേക്ക് അത് ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് പിണറായി വിജയൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മരുമകനെ കേന്ദ്ര കമ്മിറ്റിയിൽ കൊണ്ടുവരുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഞാനതങ്ങനെ വിശ്വസിക്കുന്നില്ല പൂർണ്ണമായിട്ടും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ആഗ്രഹം ഉണ്ടാകും, മകൾക്ക് ആഗ്രഹം ഉണ്ടാകും. പക്ഷേ പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന നിലക്ക് അങ്ങനെ ആഗ്രഹിക്കും എന്ന് നമ്മൾ കരുതുന്നത് ശരിയല്ല. പക്ഷേ ഷംസീറിനെ അവരെ ഒതുക്കിയിട്ടല്ലേ റിയാസിനെ കൊണ്ടുവന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാക്കിയത്? അല്ല, റിയാസ് നേരത്തെ എന്താണ് DYFIയുടെ ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പാരമ്പര്യവും അങ്ങനെയുള്ള ഒരു വരവിനുള്ള അദ്ദേഹത്തിൻ്റെ അർഹതയും നമ്മൾ ചോദ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ പൊസിഷൻ ചെയ്യുന്നത് പിണറായി വിജയൻ്റെ മരുമകൻ എന്ന നിലക്കാണ്.
അപ്പോൾ ഇയാളുടെ ഈ സ്ഥാനം എപ്പോഴും ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മകൾ വീണയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലയും ഇതിനകത്ത് ഇടപെടുന്നുണ്ട് എന്നാണ് പല ഘട്ടങ്ങളിലും പാർട്ടിക്കകത്തുള്ള സഖാക്കൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് തന്നെയായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാകും. പിണറായി അങ്ങനെ പറയാനുള്ള സാധ്യത കുറവാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു ഡൈനാസ്റ്റി റൂള് നടക്കുന്ന സ്ഥലമല്ല. CPM-ൻ്റെയും CPI-യുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. കാരണം മക്കളെയൊന്നും ഈ പാർട്ടിക്കകത്തേക്ക് കൊണ്ടുവരാനായിട്ട് യാതൊരു താല്പര്യം സാധാരണ രീതിയിൽ CPM നേതാക്കൾ കാണിക്കാറില്ലായിരുന്നു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് തന്നെ അവരെ പാർട്ടിയുടെ ഏതെങ്കിലുമൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുത്തണം എന്ന് പറയുന്ന ആഗ്രഹവും അവർക്കൊന്നും സാധാരണ രീതിയിൽ വരാൻ സാധ്യതയില്ല. ഇവിടെ മറിച്ച് സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ കോടാലിയായി എപ്പോഴും മാറി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ വീണയാണ്. നമുക്കറിയാലോ, മാസപ്പടി കേസും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പിണറായിയെയും അതേപോലെ തന്നെ ഇടതുപക്ഷത്തെയും നശിപ്പിക്കുകയും ജീർണിപ്പിക്കുകയും ചീഞ്ഞ അവസ്ഥയിലെത്തിക്കുകയൊക്കെ ചെയ്യുന്നതിൽ ഈ പെണ്ണിനുള്ള പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ചെറുതായിട്ട് നമ്മളൊരിക്കലും കണക്കാക്കാൻ പാടില്ല. ആ സ്വാധീനം തന്നെയാണ് പല ഘട്ടങ്ങളിലും ഈ റിയാസിലേക്കൊക്കെ ഉള്ള വലിയൊരു കരുണയായിട്ടൊക്കെ കടന്നു വരുന്നതെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം അവനോട് വലിയ സ്നേഹവും അടുപ്പമോ കാണിച്ച് അവനിങ്ങനെ കൊണ്ടുവരിക. പക്ഷേ ഈ പാർട്ടിയിൽ അങ്ങനെ നടക്കും എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. കാരണം ഒരു ഡൈനാസ്റ്റി സിസ്റ്റം പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. കോൺഗ്രസ്സിൽ കുഴപ്പമില്ലാത്തതാണ്. കോൺഗ്രസ്സിൽ എന്താണ്, നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരയുടെ മകൾ രാജീവിൻ്റെ ഭാര്യ സോണിയ, പിന്നെ മക്കൾ, ഇങ്ങനെ അതാവാം, അതവിടെ അംഗീകൃതമാണ്. ഇവിടെ പക്ഷെ അങ്ങനത്തെ ഒരു സംഭവമില്ല. അതായത് മാഷെ പിണറായി ഡമ്മി പീസും ഭരിക്കുന്നത് കമലയും വീണയുമാണ് ആണ് എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതിൻ്റെ കുഴപ്പങ്ങളാണ് വളരെ കൂടുതലായിട്ട് ഇതിനകത്ത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മന്ത്രിസഭ രൂപീകരിച്ച സമയത്തൊക്കെ പലരും മന്ത്രിസഭക്കകത്ത് കയറിക്കൂടിയത് ഈ അടുക്കള സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുക്കള സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് ചില മന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്വാധീനം എന്ന് പറയുന്നത് ഭാര്യയും മകളും കൂടി നടത്തുന്നതായിട്ടുള്ള സ്വാധീനം തന്നെയാണ്. അതാണ് ഈ സമീപകാലത്ത് CPM-നെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ജീർണതയുടെ പ്രശ്നം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൈപ്പിടിയിലൊതുക്കി പിണറായിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കേരളത്തിൽ CPM-ന് പുതിയൊരു പാർട്ടി ഓഫീസ് നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അതിൽ വിശിഷ്ടാതിഥി മാത്രമായിരുന്നു. എന്ത് ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തലക്കോലിയില്ലാത്തവന്മാർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷൻ എന്ന് പറയുന്നത് ജനറൽ സെക്രട്ടറിയാണ്, അല്ലാതെ മുഖ്യമന്ത്രി അല്ല. മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായിട്ടുള്ള കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ നടക്കണം. പാർട്ടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി തന്നെയാണ്. പക്ഷേ ഈ പിണറായിയുടെ ഈ ഒരു അവസ്ഥ, പിണറായി അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് മാത്രമേ എല്ലാം ചെയ്യാനായിട്ട് അവകാശമുള്ളൂ, അതിനുള്ള അധികാരമുള്ളൂ എന്നുള്ള രീതിയിലേക്ക് സ്വേച്ഛാധിപത്യപരമായി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഒരു കൺസെൻറ്റ് ഈ പാർട്ടിക്കകത്തുള്ള പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും സെക്രട്ടേറിയറ്റ് നേതൃത്വവും ഒക്കെ കൊടുക്കുന്നതിന് ഫലമായി സംഭവിക്കുന്ന ദുരന്തമാണ്. അവരാണ് ചോദ്യം ചെയ്യേണ്ടത്. അവരതൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെയാണ് ആളുകളുടെ മുന്നിൽ പാർട്ടിയെ നാണം കെടുത്തിയ ഒരു പരിപാടിയായിട്ട് ആ ഉദ്ഘാടന ചടങ്ങ് മാറിയത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ശ്രീമതി ടീച്ചറുടെ വിഷയം ഉയർന്നു വന്നിരിക്കുന്നത്. ഇങ്ങനെ കുറേശ്ശെ ഉയർന്നു വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എതിരാളികളുടെ നിര ശക്തിപ്പെടുമ്പോൾ ഇപ്പോൾ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കകത്തൊരു പവർ സെൻറ്റർ തന്നെയാണ് എന്തെല്ലാം പറഞ്ഞാലും ബേബി. കാരണം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആണല്ലോ. അദ്ദേഹത്തിന് ബോധപൂർവമായിട്ട് ഒരു ശക്തി ഉണ്ടാക്കണം എന്നാഗ്രഹിച്ചു കഴിഞ്ഞാൽ പിണറായിക്കെതിരായിട്ടുള്ള എല്ലാ ആളുകളെയും കൂടി ഒരുമിച്ച് ചേർക്കാൻ അദ്ദേഹം തീരുമാനിച്ചാൽ മതി. അപ്പോൾ പാർട്ടിക്കകത്ത് രണ്ട് ശക്തി ചേരികൾ ശക്തിപ്പെടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ഭാവി രാഷ്ട്രീയം നിശ്ചയിക്കുന്നതിൽ, പ്രത്യേകിച്ച് CPM-ൻ്റെ രാഷ്ട്രീയം നിശ്ചയിക്കുന്നതിൽ ഈ ശാക്തിക ചേരികളുടെ നിർണായകമായിട്ടുള്ള സ്വാധീനം എന്തായിരിക്കും എന്ന് വ്യക്തമാക്കപ്പെടാനായിട്ട് പോകുന്നേ ഉള്ളൂ. അതാണ് വരാൻ പോകുന്നതായിട്ടുള്ള കാലം നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്.